Okay, we'll start. Praise the Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവർക്കും, പ്രത്യേകിച്ച് പോഡിയോ ക്രൈസ്റ്റ് അംഗങ്ങളായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. പ്രിയരെ, ദൈവത്തോടു കൂടിയുള്ള ജീവിതം എത്രയോ ആനന്ദമാണ്, എത്രയോ സന്തോഷമാണ് അറിയാമോ? സ്വർഗീയ പിതാവിനോട് കൂടിയുള്ള ജീവിതം. അവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ആ പിതാവിന്റെ സ്റ്റാൻഡേർഡിലേക്ക് പിതാവ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അവിടെ ജീവിപ്പിക്കുന്നത്. സ്വർഗീയ പിതാവ് ആത്മാവാണ്. അപ്പൊ നമ്മളും ആത്മാവാകുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് ദൈവം പുതിയ സൃഷ്ടിയിലൂടെ കൊണ്ടുവന്നു കഴിയും. സ്വർഗീയ പിതാവിനും മരണമില്ല. പുതിയ സൃഷ്ടിയിലെ നമുക്ക് ആത്മമണ്ഡലത്തിലെ പുതിയ സൃഷ്ടിക്കും മരണമില്ല. അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡിലേക്ക് ദൈവം കൊണ്ടുവരിക. തൂർത്തുപുത്രം മടങ്ങി വന്നപ്പോ ആ അപ്പൻ ആദ്യം ചെയ്തത് അവനെ തന്റെ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക. അവന് ആ വസ്ത്രമൊക്കെ മാറ്റിയിട്ട്, ആ പഴയ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് അവന് തന്റെ ലെവലിലുള്ള വസ്ത്രം, തന്റെ ലെവലിലുള്ള ചെരുപ്പ്, തന്റെ ലെവലിലുള്ള ആഹാരം, തന്റെ ലെവലിലുള്ള മോതിരം, അധികാരം. കണ്ടോ? സ്വർഗീയ പിതാവ് ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു ആ പിതാവിനെ ഇങ്ങനെ പരിചയപ്പെടുത്തിയത്. ഈ ജഡത്തിലുള്ള ഈ ആരാധന അല്ല പിതാവ് ആഗ്രഹിക്കുന്നത്. പിതാവിന്റെ സ്റ്റാൻഡേർഡിൽ ആത്മാവിലുള്ള ആരാധനയാണ്. പിന്നെ അതത്രയും സത്യത്തിലുള്ള ആരാധന. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് ഈ ലോകത്തിലെ നമ്മുടെ സഹോദരങ്ങളെ ഞാനും അത് കേട്ട് വളർന്നതാ. ആ സുവിശേഷം ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു. എന്റെ കർത്താവെ, യഥാർത്ഥ സുവിശേഷം അങ്ങ് ഈ ബൈബിളില് ഈ പ്രസംഗിച്ച യഥാർത്ഥ ഈ സുവിശേഷം ഇന്ന് ലോകത്തിന് അറിയുന്നില്ലല്ലോ എന്നുള്ളത് നമുക്ക് കർത്താവിന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ചിന്തയാണ് നിങ്ങളോട് പറയട്ടെ. യേശു പ്രസംഗിച്ച സുവിശേഷമല്ലാതെ മറ്റെല്ലാ സുവിശേഷങ്ങളും മറ്റൊരു സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷമാണ് ഒറിജിനൽ സുവിശേഷം. ഒരുത്തിനും എതിര് പറയാൻ പറ്റത്തില്ല. യേശു പ്രസംഗിച്ച ഇന്ത്യ ഗവൺമെന്റ് അച്ചടിച്ച് പുറത്തിറക്കിയ കറൻസിയാണ് ഒറിജിനൽ കറൻസി, റുപ്പി. ബാക്കി ഏത് കറൻസി ഈ രാജ്യത്തിൽ അതിനോട് തുല്യമായിട്ട് പോയാലും അത് മറ്റൊരു കറൻസിയാണ്. അത് മറ്റൊരു കറൻസിയാണ്. അതിനൊന്നും ഗവൺമെന്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല. ഗവൺമെന്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല. അവസാനം ഗവൺമെന്റ് എടുക്കണമെന്ന് ഗവൺമെന്റ് പറയും, ഈ കറൻസിയെ ഞങ്ങൾ അറിയത്ത പോലുമില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളണം. പിശാച് വാഴുന്ന ചതിക്കപ്പെട്ട ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. നമ്മുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നില്ല. ആരാധന ഹോള് മാറി. പിന്നെ നമ്മൾ അഭിഷേകം പ്രാപിച്ചിട്ട് ഒരു സ്വർഗീയങ്ങളെ പുറത്താക്കി അവസാനം സ്വർഗീയ ഗവൺമെന്റ് പറയും, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നു. അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ അർത്ഥം പറ്റി പോകരുത്. യേശു പ്രസംഗിച്ച സുവിശേഷമാണ് ഒറിജിനൽ സുവിശേഷം. ഒറിജിനൽ എപ്പോഴും ഒന്നേ ഉള്ളൂ. കമ്പാരിറ്റബിളും ഇമിറ്റേഷനും ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൈ എന്നെ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിൾ വിശ്വസിക്കുക, അതിലെ വചനങ്ങൾ വിശ്വസിക്കുക, അതിലെ ട്രാൻസ്ലേഷൻ അറിവുകളേക്ക് എടുത്തുകള. നിങ്ങൾക്ക് യഥാർത്ഥ ആത്മാവിൽ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നെ പറഞ്ഞു തരും. കാരണം അത് യോജിക്കത്തില്ല നിങ്ങളുടെ അകത്തുള്ള വിശ്വാസവുമായി. എന്താ, നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഒരു KJV-യോ ഒരു ASV-യോ കൂടെ വെക്കുക. നിങ്ങൾ അതില് ആ പുസ്തകങ്ങൾ, ആ ട്രാൻസ്ലേഷൻ നിങ്ങളെ സഹായിക്കും. അപ്പോ വലിയ വേല അധികമുണ്ട്, വേലക്കാരോ ചുരുക്കം. കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വൽ ഫൈറ്റ് ആണ്. ദൈവത്തിന്റെ രാജ്യത്തിന്റെ വചനങ്ങൾ പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളാണ് എതിർക്കുന്നത്. ഒന്ന് പിശാചിന്റെ രാജ്യം, അദൃശ്യമായ പിശാചിന്റെ രാജ്യവും ദൃശ്യമായ മനുഷ്യന്റെ രാജ്യം. ഇത് രണ്ടും കൂടി എതിർക്കാനായിട്ട് തുടങ്ങും. അപ്പോ ഇതിനു മുമ്പ് പ്രിയ സഹോദരൻ പറഞ്ഞ ചിന്ത ഓർമ്മയുണ്ടോ? ഈ ദേവാലയ പണിയുമായുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ദൈവരാജ്യ കൺസ്ട്രക്ഷനുമായുള്ള ബന്ധത്തിൽ ആ പറഞ്ഞൊരു കാര്യം, പിശാചിന്റെ വലിയൊരു തന്ത്രമാണ് നിങ്ങളെ നടത്തുന്നവരെ കുറിച്ചുള്ള തെറ്റായ അഭിപ്രായം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് എത്തിക്കും. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും കുറവുണ്ട് യേശു ഒഴിച്ച്.
അപ്പോ അത് ശരിയായിരിക്കാൻ തെറ്റായി. അപ്പോ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക് തെറ്റായ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ ദൈവദാസൻ, ഇപ്പൊ എന്നെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് പയ്യ ഹൃദയത്തിൽ ഒരു കയ്പ്, ഒരകൽച്ച, ഒരു പക, ഇതൊക്കെ ഉണ്ടായിട്ട് ഓ അയാൾ എന്റെ നന്മയല്ല ആഗ്രഹിക്കുന്നത് എന്നൊക്കെ തോന്നിയിട്ട് പിന്നെ ഈ പറയുന്ന വചനത്തിന് നിങ്ങൾ വില കൊടുക്കുന്നത്, വെയിറ്റ് കൊടുക്കുന്നത്, പയ്യപ്പേ അയലാന്നുള്ളത്. ശ്രദ്ധിച്ചേ, ഇത് ഇപ്പൊ മുതലുള്ള പരിപാടിയൊന്നുമല്ല. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയുള്ള പിശാചിന്റെ പണി. ഏദൻ തോട്ടത്തിൽ തുടങ്ങി, അതായത് നമ്മളുടെ അകത്ത് നടക്കുന്ന ആ ദൈവിക കൺസ്ട്രക്ഷനെ ഒഴിവാക്കുക. ഏദൻ തോട്ടത്തിൽ പിശാച് സർപ്പം രൂപത്തിൽ അവയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കാര്യം എന്ന് പറയുന്നത്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വശത്തിന്റെ ഫലം കഴിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല. ദൈവം മരിക്കുമെന്ന് ഓപ്പോസിറ്റാ പറഞ്ഞ, മരിക്കുകയില്ല. മാത്രമല്ല, വിശ്വസിച്ച് കേട്ടോ, അവരെ കട്ട് ചെയ്യാൻ പോണ കേട്ടോ, ദൈവത്തിൽ നിന്ന് കട്ട് ചെയ്യാം. അവരുടെ സോഴ്സ് ദൈവമാണ്, വചനം കിട്ടുന്ന സോഴ്സ്. നിങ്ങൾ മരിക്കുകയില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. ആഹാ. അപ്പോ ശ്രദ്ധിച്ചേ, ഉടനെ ചിന്ത എന്തായിരിക്കും? ഞങ്ങൾക്കൊരു നന്മ വരുന്നത് ഈ ദൈവത്തിന് ഇഷ്ടമല്ല അല്ലേ? വെച്ചു കൊടുക്കുന്നത് കണ്ടോ? ഞങ്ങൾക്കൊരു നന്മ വരുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല അല്ലെ? ഹൃദയം കൊണ്ട് അകറ്റുകയാണ്. ഇതിനു മുമ്പ് ഒരു സൺഡേ സന്ദേശത്തിന് കേട്ടപ്പോ, പിശാച് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും, ക്രിസ്തു നമ്മളെ ദൈവത്തോട് ഒന്നിപ്പിക്കും. അപ്പോ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളണം. അതേ തുടർന്നാണ് ആ കുടുംബം വീണു. ആ കുടുംബം വീണപ്പോ ഈ മാനവരാശി മുഴുവനും വീണു. അപ്പൊ ആങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ഇടയാകണം. അന്നത്തെ അവന്റെ തന്ത്രങ്ങൾ ഇന്നും അവൻ ഉപയോഗിക്കുന്നു. അവർ സത്യയോടെ മുന്നോട്ടേക്ക് പോകാം. നമുക്ക് സോഴ്സ്, നമുക്ക് വചനം വരുന്ന സോഴ്സിനെ ബ്ലോക്ക് ചെയ്യണം. ദൈവം സോഴ്സാണ്, ദൈവത്തിന്റെ ദാസന്മാർ റിസോഴ്സുകളാണ്. ഫാക്ടറി സോഴ്സാണ്. ഫാക്ടറിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന കടകളുണ്ടല്ലോ, ഡീലേഴ്സ്, അവര് റിസോഴ്സുകളാണ്. അപ്പൊ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ട്, ഹല്ലേലൂയ, ഞാൻ എവിടെ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഫാക്ടറിയുമായിട്ട് കണക്ട് ചെയ്യാൻ. നിങ്ങളെ ഫാക്ടറിയായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി ബ്രെഡ് വന്നുകൊണ്ടിരിക്കും. ഡെയിലി ബ്രെഡ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്ട്രോങ് ആവും. ദൈവത്തിൽ, ക്രിസ്തുവിൽ നിങ്ങൾ സ്ട്രോങ് ആകാനാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം. ഇന്ന് ദൈവം നമുക്ക് തരുന്ന ആ ചിന്ത എന്ന് പറയുന്നത് ദേവാലയ നിർമ്മാണവുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം. ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ നടക്കണം. അതിനാണ് ക്രിസ്തുവിനെ നമുക്ക് തന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് വസിക്കാനൊന്നും പറ്റില്ല. കാരണം ചതി മോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യൻ. പകരം ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവത്തിന് സുഖമായിട്ട് വസിക്കാം. കാരണം അതിപരിശുദ്ധമാണ്. തുടർന്ന് ആ ദൈവം വസിക്കുന്ന ക്രിസ്തു നമ്മളുടെ ആത്മാവിൽ വസിക്കും, പുതിയ സൃഷ്ടി. തുടർന്ന് ക്രിസ്തു നമ്മളെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ ജീവിക്കുകയാണ്. ഇതെല്ലാം നാം കഴിഞ്ഞ സന്ദേശങ്ങളിൽ മനസ്സിലാക്കുക. എന്നാൽ ഈ യാത്ര മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇന്ന് ദൈവം നമ്മളോട് പറയാനുള്ളത്, ഡു നോട്ട് ബ്രേക്ക് ദ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനെ ഇടിച്ചു പൊടിച്ച് കളയരുത്. ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുമ്പോ ഒരു പാർട്ടി വന്ന് നല്ല ഒരു ബുൾഡോസർ കൊണ്ട് അതിന്റെ ഫൗണ്ടേഷൻ കുത്തി ഇളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആള് കണ്ട ഓടിച്ചിട്ടു അല്ലേ? നിങ്ങൾ എന്തോ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു, അല്ലെങ്കിൽ നിയമം കൊണ്ട് തടയാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിന് നമ്മൾ തന്നെയാണ് അതിന്റെ ഫൗണ്ടേഷൻ ഇടിച്ചു കളയുന്നെങ്കിലോ, അടിസ്ഥാനം ഇളകിയാൽ നീതിമാൻ പോലും എന്ത് ചെയ്യുന്ന ബൈബിളിൽ പറയും. അപ്പോ സഹോദരികളെ, നമ്മൾ ശ്രദ്ധിച്ചോളണം. ഈ കൺസ്ട്രക്ഷന്റെ അടിസ്ഥാനം പലപ്പോഴും നമ്മൾ തന്നെ ഇടിച്ചു കളയുന്നത് കൊണ്ട്, നമ്മൾ അറിയുന്നിരുന്നു ഇടിച്ചു കളയുന്നത് കൊണ്ട് പലരും വിശ്വാസം താഴെ പോയി.
നമ്മൾ അങ്ങനെ ഉണ്ടാകരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാണ്? ചില സ്പിരിച്വൽ പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ വ്യത്യസ്തമാകാനായിട്ടിടയാണ്. നമ്മുടെ ഈ വാക്യം ശബ്ദമുയർത്തി നമുക്കൊന്ന് വായിക്കാം. ആ ദേവാലയ കൺസ്ട്രക്ഷനുമായി ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ്. എഫേസ്യർ 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാണ്. എഫേസ്യർ 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചുള്ളൂ അല്ലേ? ക്രിസ്തു യേശു മൂലക്കല്ല്, വേറെ ഒന്നിനും പണിയാൻ പറ്റില്ല. ക്രിസ്തു യേശുവാണ് മൂലക്കല്ല്. അത് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മാവിൽ നിന്ന്, പണി നടക്കുന്നത് നമ്മുടെ ദേഹിയിലേക്ക്. അവരെ മനസ്സിലാക്കുക, പണി നടക്കുന്നത് നമ്മുടെ ദേഹിയിലേക്ക്, ആത്മാവിൽ. അതാണ് ആത്മാവെന്ന ആദ്യ ഫലം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങൾ ജഡം കൊണ്ട് സ്വഭാവിക്കുന്നത് എന്നെ ആരംഭിച്ചത് ആത്മാവിന്റെ ക്രിസ്തു യേശുവിന്റെ മൂലക്കല്ലായിരിക്കും. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെ ദൈവം എടുത്തിരുന്ന വചനങ്ങൾ, വെളിപ്പാടുകൾ, പാറകൾ കിട്ടിക്കൊണ്ടിരിക്കുക. ആ പാറകളിൽ ഉപയോഗിച്ച അനുദിനം നാം ദൈവത്തിന്റെ നിവാസമാകേണ്ടത്. ദാറ്റ് ഈസ് ദ എയിം. അവിടെയാണ് കിങ്ഡം ഓഫ് ഗോഡ് വർക്ക് ചെയ്യുന്നത്. നാം ദൈവത്തിന്റെ നിവാസമാകട്ടെ. കാരണം നമ്മൾ അവിടെ ഒരു സ്ലേവിന്റെ തലത്തിലേക്ക് മാറിക്കൊണ്ടു. ദൈവം നമ്മളിൽ രാജാവായി ദൈവമായി മാറി. അതിന്റെ അടിസ്ഥാനമായിട്ട് പണി തുടങ്ങിയത് ക്രിസ്തു ദൈവത്തിന്റെ തിരുനിവാസമായി മാറും. ആ ഒരു തലത്തിലേക്ക് ഇത് കൊണ്ടുവരികയാണ്. അപ്പൊ അടിസ്ഥാനം മൂലക്കല്ല് ക്രിസ്തു. അത് പുതിയ സൃഷ്ടിയിലാണ് നടന്നിരിക്കുന്നത്. എനിക്ക് അതൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. പുതിയ സൃഷ്ടിയില ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇറ്റ്സ് എ ന്യൂ ക്രീച്ചർ. ന്യൂ ക്രീച്ചർ, പുതിയ സൃഷ്ടി. കഴിഞ്ഞ നാളുകളിൽ ചിലരൊക്കെ ഇതിനെതിരെയൊക്കെ നിന്നു. ഇതിനെതിരെ നിന്ന് കഴിഞ്ഞാൽ അവർ വീഴത്തി വെക്കും. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞത് അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പൊ നമ്മളെ പുതിയ സൃഷ്ടിയിലേക്ക് മാറ്റുക സ്പീഷ്യസ് ചേഞ്ച്, അല്ലെന്നുണ്ടെങ്കിൽ പ്രമോഷൻ. ദേഹിയിൽ നിന്ന് ദേഹി രൂപത്തിൽ നിന്ന് ആത്മരൂപത്തിലേക്കുള്ള പ്രമോഷനാണ്. നമുക്ക് തന്നെ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്. ഓ, ബൈബിളാണ് പറയുന്നത് പുതിയ സൃഷ്ടി. 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ക്രൂശിൽ വെച്ച് പുതിയതായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തതിനെ ഒന്നും ഉണ്ടാക്കി. അതറിയ ജനിപ്പിച്ചതല്ല, സൃഷ്ടിച്ചു. സൃഷ്ടിച്ചതിന് ശേഷമാണ് ജനനം വരുന്നത്. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം അത് ആത്മാവിലാണ്, ദൈവരാജ്യത്തിലാണ്. നാം അതിനെ ബ്രേക്ക് ചെയ്യുക. ഇവിടെ ബിൽഡ് ചെയ്യുക. ഒരു ഭാഗത്ത് ബിൽഡ് ചെയ്ത് കയറി വരുമ്പോ നമ്മൾ തന്നെ അറിവില്ലായ്മ കൊണ്ട് ഇതിനെ ഇടിച്ച് കളഞ്ഞാൽ, ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ഇടിക്കുമ്പോൾ എന്നെ പറ്റും, എടുത്തു കളഞ്ഞ എന്നെ പറ്റും. അതെല്ലാം കൂടെ ഇതിന്റെ പേരാണ് വിശ്വാസത്തെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വളരെ ശ്രദ്ധിക്കുക. കൺസ്ട്രക്ഷൻ നടത്തുന്ന ഏവരും ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവാണ് കൺസ്ട്രക്ഷൻ നടത്തുവാനുള്ള എല്ലാ സാമഗ്രികളും തരുന്നത്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിയാണ്. അപ്പൊ ഈ വചനം എടുത്തു തരുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മളത് ഉപയോഗിക്കുക. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങളെ നമ്മുടെ ഇഷ്ടപ്രകാരം അതിനെ കൺസ്ട്രക്ട് ചെയ്യാതെ സഹനത്തിലൂടെ ദൈവം വെച്ച അവസ്ഥയിലൂടെ അതിനെ കൺസ്ട്രക്ട് ചെയ്യുവാനായിട്ട് ഇടയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ്? റൈറ്റ്സുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. എന്റെ ജീവിതത്തിൽ
ആദ്യകാലങ്ങളിൽ ഞാനത് തയ്യാറായിട്ടില്ല. എന്റെ റൈറ്റ്സ് പിടിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്യുമായിരുന്നു, പലതും ചെയ്യും. ഒരിക്കല് ഒരു സ്റ്റാഫ് എനിക്കെതിരെ ലേബർ കോർട്ടിലെ കേസിന് പോയി. എന്റെ തുടക്കത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ ഒന്നുപോലും അറിയാതെ ഒരു ദിവസം രാവിലെ ചെന്ന് വരുമ്പോ എനിക്കെതിരെ ഒരു പേപ്പർ അവിടെ ഇരിക്കുന്നു ഓഫീസിൽ, ലേബറിൽ നിന്ന് കടന്നു വരാൻ വന്നു. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഞാൻ അറിഞ്ഞില്ല എന്റെ മുമ്പിൽ കിടക്കുന്ന പാപം എന്റെ വാതിക്കൽ കിടക്കുക. ഇന്നലെ നമ്മൾ കേട്ടില്ലേ, സന്തോഷ് പാസ്റ്റർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൈബിൾ ക്ലാസ് അല്ലെ? അതില് പറയുന്ന ഒരു കാര്യം, പാപം നിന്റെ വാതിക്കൽ കിടക്കും, വാതിക്കൽ കിടക്കും, അതിനെ നീ കീഴടക്കണം എന്ന് കൈകൊണ്ടാ പറഞ്ഞു. അപ്പോ അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ. പാപം വാതിക്കൽ കിടക്കുന്നു എന്ന് പറഞ്ഞാല് ഇന്നലെ കേട്ടു, ആ ദാവീദും മട്ടുപ്പാവിലും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ അന്ന് ദൂരെ ഒരു കുളത്തിൽ ബത്ശബ കുളിക്കുന്നു. അതല്ല പാപം, ആ സ്ത്രീക്ക് കുളിക്കാം, അത് പാപമൊന്നുമല്ല. പക്ഷെ ദാവീദ് അത് കണ്ടപ്പോ, ദാവീദിന്റെ ശരീരത്തിന്റെ പുറത്തല്ല അത് കിടക്കുന്നത് പാപം, നമ്മളുടെ ദാവീദിന്റെ സകല മനുഷ്യരുടെയും സോളിന്റെ മുറ്റത്താണ് ആ പാപം കിടക്കുന്നത്. സോളിന്റെ, ദേഹിയുടെ മുറ്റത്ത്. അപ്പൊ ദേഹിയുടെ മുറ്റത്ത് കിടക്കുന്ന പാപത്തെ ഉണർത്താനാണ് ആ ഒരു സാഹചര്യം ഇടയാക്കിയത്. അവിടെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, നീ അതിനെ കീഴടക്കണം. ദേഹിയുടെ മുറ്റത്ത് കിടക്കുന്ന പാപം. ഇതാണ് ഒരല്പം മുമ്പ് കർണാടകദാസൻ പാസ്റ്റർ വിജയ് ചന്ദ്രനൂര് പറഞ്ഞ ആ രംഗം ഓർക്കുന്നുണ്ടല്ലോ. റോമ 7:23 താഴേക്ക് വായിക്കുമ്പോൾ, എന്റെ ദേഹിയുടെ മുറ്റത്തുള്ള പാപം ഏതാണ്? എന്റെ ദേഹിയുടെ മുറ്റത്തെന്ന് പറയുന്നത് എന്റെ സോളിനോട് പോരാടുന്ന ഒരു പ്രമാണം എന്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. അതെന്റെ അകത്തുള്ള ശത്രുവാണ്. പുറത്തെ ശത്രു വേറെയുണ്ട്, അത് ലോകമാണ്. അകത്തുള്ള ശത്രു എന്റെ സോളിനോട് പോരാടുകയാണ്. അപ്പൊ നമ്മളിത് തിരിച്ചറിയണം. നമ്മൾ സ്ഥിതിക്കുന്ന പുറത്തുള്ള അവറാച്ചനാണ്, മേരിക്കുട്ടിയാണ് ശത്രു. അവരോടൊന്നും നമുക്ക് പോരാട്ടില്ല. അവരെ അറിവില്ലായ്മയിൽ നമുക്കെതിരെ പലതും പറഞ്ഞിട്ടുണ്ടാകും. എന്റെ ആദ്യകാലങ്ങളിൽ ഞാൻ അവരോടാണ് പോരാടിയത്. എനിക്കെതിരെ ലേബർ ഓഫീസിലേക്ക് കടന്നുപോയ വ്യക്തിക്കെതിരെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതാ ഒരു വക്കീലിനെ വെച്ച് അദ്ദേഹത്തിനെതിരെ വേറൊരു കേസ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടപ്പോ സ്വർഗത്തിലെ ദൈവം എന്നെ ശിക്ഷിച്ചു. കാരണം എനിക്ക് അറിവില്ലായിരുന്നു അതൊക്കെ. ഈ ദൈവിക ചിന്തകൾ എനിക്ക് അറിവില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഞാനവിടെ തോറ്റു കൊടുക്കണമായിരുന്നു, എന്റെ റൈറ്റ്സ് വിട്ടുകൊടുക്കണമായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ തോൽവിയിൽ എനിക്ക് ജയമുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. ഞാൻ അതിന് പകരം സഹോദരനെതിരെ കേസിന് പോയി. ശ്രദ്ധിച്ചാട്ടെ, യഥാർത്ഥത്തിൽ ആ കേസിൽ ഞാൻ ജയിച്ചു ലോകപ്രകാരം. പക്ഷെ ദൈവസന്ധി പ്രകാരം ആ കേസിൽ ഞാൻ പക്ഷെ പലർക്കിത് മനസ്സിലാകത്തില്ല ഇതിന്റെ മർമ്മം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ പുതപ്പെടുക്കാൻ, നിന്റെ വസ്ത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നതിന് വസ്ത്രം മാത്രമല്ല പുതപ്പുകൂടിയും കൊടുത്തേക്ക്. പക്ഷെ അപ്പോഴപ്പോൾ ദൈവത്തോട് ആഗ്രഹത്തെ ചോദിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ടേക്ക് പോകും. ആത്മീക വളർച്ചയുടെ പല പല സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ മുൻപിലുള്ള സാഹചര്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അകത്തുള്ള, നമ്മുടെ മുറ്റത്തുള്ള, നമ്മുടെ ദേഹിയോട് പോരാടുന്ന പാപത്തെ, ആ പാപ സ്വഭാവത്തെ ഉണർത്തുകയാണ്. ഇതാണ് കയ്യിനോട് പറഞ്ഞത്, പാപം നിന്റെ വാതിക കിടക്കുന്നു. ദൈവമോ പറഞ്ഞു കൊടുക്കുന്നേ, പാപം നിന്റെ വാതിക കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. നീ കീഴടക്കണോ? നീ കീഴടക്കണം.
അതാണ് തുടർന്ന് നിങ്ങൾ കേട്ടത്, വാതിക്കൽ കിടക്കുന്ന പാവത്തെ കീഴടക്കാത്ത വ്യക്തിയാണോ ഭൂമിയെ വാഴാൻ പോകുന്നത്? അതിനെ വാഴാൻ പറ്റുന്നില്ല, പിന്നെയാണ് ഭൂമിയെ വാഴേണ്ടത്. അപ്പോ ഈ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആയി മനസ്സിലാക്കി. ഇത് സത്യ ഇത് നമ്മൾ അനുദിനം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യം, നമ്മൾ അറിയാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇത് കൺസ്ട്രക്ഷനുമായിട്ടുള്ള ബന്ധത്തില്ല കേട്ടോ. കൺസ്ട്രക്ഷൻ, ഫൗണ്ടേഷൻ അല്ല. പക്ഷെ നമ്മൾ അറിയാതെ ഫൗണ്ടേഷൻ അടിച്ച് താഴെ ഇടുന്ന പലരും. ഫൗണ്ടേഷൻ അടിച്ച് താഴെ ഇട്ടാൽ മൊത്തം താഴെ. ഫൗണ്ടേഷൻ വേറെ, അതിന്റെ സൂപ്പർ സ്ട്രക്ചർ, അതിന്റെ ബോഡി വേറെ. ബോഡി ബിൽഡ് ചെയ്യുന്ന കാര്യം ഞാനിപ്പോ പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ഫൗണ്ടേഷനുണ്ട്. ആ ഫൗണ്ടേഷൻ അടിച്ചു പൊടിച്ച് കളയരുത്. ആത്മാവിനുള്ള പണിയെ ഇടിച്ചു പൊടിച്ച് കളയരുത്. മോളിലേക്കുള്ളതിനെ നമ്മൾ ഡേ ബൈ ഡേ കെട്ടിക്കൊണ്ടിരിക്കണം. പക്ഷെ ആ അടിയിലുള്ളതിനെ പൊടിച്ച് കളയരുത്. അപ്പോ നമ്മള് ഇവിടെ ഇതുമായിട്ട് ബന്ധത്തില് മോനെ സ്ക്രീൻ ഷെയർ കൂടി എനേബിൾ ചെയ്യേ ലാപ്ടോപ്പിന്റെ. ഇതുമായിട്ട് ബന്ധത്തില് നമുക്ക് അതിന്റെ ടൈറ്റില് ഒന്ന് ശ്രദ്ധിക്കാം. ടു നോട്ട് ബ്രേക്ക് ദ ഫൗണ്ടേഷൻ. പണിയുക, തകർക്കരുത്. പണിതോ, തകർക്ക്. നിങ്ങൾക്ക് ഈ മത്തായി സുവിശേഷം 7:24 therefore എന്നൊരു കണക്ഷൻ കാണും. therefore, അതുകൊണ്ട് എന്നൊരു കണക്ഷൻ കാണും. നമുക്ക് അത് ചിന്തിക്കാം. അതായത് രണ്ട് സെക്ടറുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്. രണ്ട് സെക്ടറുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗം നമുക്കൊന്ന് ചിന്തിച്ച് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 7-ാം അതിന്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചു. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ആകയാൽ എന്ന് പറഞ്ഞേ. ആകയാൽ, ആകയാൽ ഇംഗ്ലീഷിൽ therefore. അതിന്റെ അർത്ഥം മോളിൽ പറഞ്ഞ വാക്യവും താഴെ പറയുന്ന വാക്യവും തമ്മിൽ കണക്ഷൻ, ഒരു ലിങ്ക് ഇട്ടിരിക്കുക. എന്താ മോളിൽ പറയുന്നത്? അന്നാളിൽ പലരും എന്നോട് പറയും. ന്യായവിധി സംഭവവും താഴെ തമ്മിൽ ലിങ്ക് ഇട്ടിരിക്കുക. അവിടെ അതിന്റെ തൊട്ട് മോളിൽ പറയുന്നത് കള്ളപ്രവാചകന്മാരെ കുറിച്ചും ഇടുക്ക് വഴിയുടെ അകത്ത് കയറണമെന്നും പറഞ്ഞിട്ട് പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്തത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നു പറയുന്ന ക്രിസ്തു ആട്ടോ. തെറ്റിദ്ധരിക്കരുതേ, ബൈബിളിലെ ക്രിസ്തു. അതായത് നമ്മൾ ഈ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോ കർത്താവ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല. എന്നിട്ടാ പറഞ്ഞ ആകയാൽ, അതുകൊണ്ട് ഈ ചതിയിൽ വീഴാതിരുപ്പാൻ. അവിടെ പറയാണ്, കർത്താവെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. യേശുവിനോട് പറയും, നിന്റെ നാമത്തിൽ ഇതൊക്കെ ചെയ്തേ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളെ നിന്നെ അറിഞ്ഞിട്ടില്ല, അത്രം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടു പോകുമെന്ന് തീർത്തു പറയും. അപ്പൊ ഇവർക്ക് എന്തുണ്ടായിരുന്നു? ഭക്തി ഉണ്ടായിരുന്നു, ചർച്ച ഉണ്ടായിരുന്നു, കൺവെൻഷൻ ഉണ്ടായിരുന്നു, ക്രൂസൈഡ് ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒക്കെ നമുക്ക് ചിന്തിക്കാം. എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം പുറത്തുപോയി. കണക്ട് ചെയ്യാം. അതുകൊണ്ട് എന്ത് ചെയ്തോളണം? എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, വായിച്ച് ചെയ്യുന്നവരല്ല, കേട്ട് ചെയ്യുന്നവൻ. വചനം വായിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു, പക്ഷെ കേട്ട് ചെയ്യണം.
ഇന്ന് നമ്മൾ ലൈവ് റിലേഷൻഷിപ്പാണ് കർത്താവുമായി. നമ്മൾ വീണ്ടും ജനിച്ചില്ലേ? വീണ്ടും ജനിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിലേക്ക് എത്താൻ പറ്റും. ആകയാൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യണം. ഇതിന്റെ പേരാണ് ആത്മാവിന്റെ നിയമം, ലോ ഓഫ് ദ സ്പിരിറ്റ്. കേട്ട് ചെയ്യുന്നവൻ ഒക്കെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. പാറ അടിസ്ഥാനത്തിലാണ് വീട് പണിയുന്നത്. അല്ലാത്തവനോ മണലിൽ മേൽ, സ്വന്തം ചിന്തകളിൽ മേൽ പണിയുകയാണ്. സ്വന്തം ചിന്തകളിൽ മേൽ. വചനത്തിന് യാതൊരു മാറ്റം സംഭവിക്കത്തില്ല, നമുക്ക് വേണം മാറ്റം സംഭവിക്കാൻ. സ്വന്തം ചിന്തകളിൽ പണിയുകയാണ്. അപ്പൊ സ്വന്തം ചിന്തകൾ നമ്മൾ പറയുമ്പോൾ രണ്ടുപേരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അതാണ് ശരി. അല്ല. ഇന്ന് ഈ ഭൂമിയിലുള്ള 7.6 ബില്യൺ ജനങ്ങളും ഐക്യതയോടെ നിന്നാലും ദൈവം എന്താണോ പറയുന്നത്, ദൈവവചനം എന്താണോ പറയുന്നത്, അതാണ് ശരി. അപ്പോ കുഞ്ഞുങ്ങളെ, ഈ നാളിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ നമ്മളുടെ അടിസ്ഥാനം ആത്മാവിനെ തകർക്കുക. നമ്മൾ ഈ സ്പിരിച്വൽ കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ ജീവനിൽ വർദ്ധിക്കുകയാണ്. ഈ ജീവനിൽ വർദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പണിത പണി നാവ് കൊണ്ട് ഇടിച്ചു കളയാൻ, നമ്മുടെ ഫൗണ്ടേഷൻ ഇടിച്ചു കളയാൻ. സദൃശ്യവാക്യം 15-ാം അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാവിന്റെ ശാന്തത ശ്രദ്ധിച്ചാട്ടെ. അവിടെ പറയുന്ന ഒരു കാര്യം, നാവിന്റെ ശാന്തത ജീവവൃക്ഷം. പക്ഷെ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇച്ചിരി കടുപ്പം കൂടിയത്, അതിന്റെ വക്രത മനോവ്യസനം. ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. സഹോദരങ്ങളെ, ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ അന്നാണ് ചിന്തിക്കുന്നത്, കിട്ടിയ ഡെയിലി ബ്രെഡിന്റെ ഒരു ഭാഗം ആ ദിവസങ്ങളിൽ കിട്ടി. അപ്പോ ഇത് കർത്താവ് എന്നെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയപ്പോ എന്തോരു സമാധാനം. നാവിന്റെ ശാന്തത ജീവവൃക്ഷം. വളരെ സമാധാനമാണ്. ആവശ്യമില്ലാത്തതിനൊന്നും അഭിപ്രായം പറയാൻ പോകും. ഒന്നിനും അഭിപ്രായം പറയാൻ പോകും. ആവശ്യമുള്ളത് മാത്രം. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അകത്തുനിന്ന് പുറത്തേക്ക്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, ദൈവത്തിന്റെ ഭൂമിയിലെ എക്സിറ്റുകളാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. കാണുന്നതിലെല്ലാം അഭിപ്രായം പറയാൻ ഒന്നും പോകാതെ ഇരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, അവര് പറയുന്നത് കേട്ടു, ഓക്കെ. പക്ഷെ അതിന് നമ്മൾ അഭിപ്രായം പറയാൻ പോകുന്നു. പകരം ദൈവത്തിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രം പറയാം. ഒന്ന് പരിശീലിച്ച് നോക്കുക. എളുപ്പമൊന്നും നടക്കത്തില്ല, കുറച്ച് സമയം എടുക്കും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഓരോ വാക്കിലെ ജീവൻ വെളിയിലേക്ക് വരുന്നത്. പ്രാക്ടീസ് ചെയ്യണേ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വളരെ തെറ്റായി കിടക്കുക. അതിന്റെ വക്രതയോ മനോവസനം. അങ്ങനെയല്ല, അതിന്റെ വക്രത
നമ്മളുടെ ഫൗണ്ടേഷനെ ഇടിച്ചിരുന്നു. ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. But a gentle tongue is a tree of life, but perverseness therein is a breaking of the spirit. മനോവസനമല്ല, ബ്രേക്കിംഗ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിനെ തകർത്ത് കളയും, ആത്മാവിനെ ബ്രേക്ക് ചെയ്ത് കളയുന്നു. നാവിന്റെ വക്രത ആത്മാവിനെ ബ്രേക്ക് ചെയ്ത് കളയുന്നു. എവിടെയാ നമ്മുടെ അടിസ്ഥാനം? നമ്മുടെ അടിസ്ഥാനം മനസ്സിലല്ല, ആത്മാവില. അതിന്റെ എബ്രായ വാക്ക് റൂഹ എന്നാണ്. കേട്ടിട്ടില്ലേ? പരിശുദ്ധ റൂഹായ്ക്കും പരിശുദ്ധാത്മാവിനും. ആ റൂഹ എന്നുള്ളതാണ് അതിന്റെ എബ്രായ വാക്ക്. ആത്മാവിനെ തകർത്ത് കളയുന്നു, അതിന്റെ വക്രത. അപ്പൊ നാവ് ജെന്റിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ, അതിനർത്ഥം ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം നമ്മുടെ നാവിനെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ജീവവൃക്ഷമാണ്. അത് ജീവവൃക്ഷമാണ്. ഈ വാക്യം ആത്മാവിനും തമ്മിൽ, അതായത് നാക്കിനും ആത്മാവിനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ആത്മലോകവുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട്. അത് ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ജീവനും ജീവൻ സമാധാനം ഒക്കെ തരും. അല്ല, ഇത് ആ വ്യവസ്ഥ പ്രകാരം അല്ല നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഇത് നമ്മളുടെ ഫൗണ്ടേഷനെ ഇടിച്ച് താഴെ. നമ്മളുടെ പ്രവർത്തനം, പുതിയ സൃഷ്ടിയുടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിരിക്കുന്നത് ആത്മാവിൽ നിന്ന്. അവിടെ ആ കൺസ്ട്രക്ഷനിൽ നമ്മൾ വർദ്ധിക്കുക വേണ്ടത്. അവിടെ അടി അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുവാനായിട്ട് ഇടയാണ്. അതിനെ ബ്രേക്ക് ചെയ്തെല്ലാം പറ്റും, പരിപൂർണമായ പിടിക്കും താഴെ. ഇക്കഴിഞ്ഞ നാളുകളിൽ പല സഹോദരന്മാരും സഹോദരിമാരുടെയൊക്കെ ജീവിതത്തിൽ അത് കാണുവാനായിട്ട് ഇടയായി. പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിൽഡിംഗ് താഴെ വീണതായിട്ട് മനുഷ്യനെ അറിയില്ല. കാരണം കാഴ്ചപ്രകാരമുള്ള ബിൽഡിംഗ് അല്ല പോയത്, അദൃശ്യമായ കൺസ്ട്രക്ഷനാണ് പോയത്. പിന്നെ അറിയണമെങ്കിൽ എവിടെ ചെല്ലണമെന്നറിയാം. കർത്താവിന്റെ ഈ മത്തായി 7, 21, 22, 23 ന്യായാസനത്തിൽ ചെല്ലുമ്പോഴേ അറിയുള്ളൂ തന്റെ കൺസ്ട്രക്ഷൻ ഓൾറെഡി വീണു പോയതായിരുന്നു. കർത്താവ് പറയുന്നത് ഒരു കാലത്ത് നിങ്ങളെ അറിയും. അപ്പൊ ഭൗതിക മണ്ഡലത്തിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മരട്ടിലെ ആ ബിൽഡിങ്ങുകൾ പൊട്ടിച്ച് താഴെ ഇട്ടപ്പോ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയല്ലേ? ദൂരെ ഗൾഫിലും അമേരിക്കയിലുള്ളവരൊക്കെ അത് കാണും, അടുത്തുള്ളവർ നേരിട്ട് പോയി കാണും. പക്ഷെ നമ്മുടെ അകത്തെ ഈ ദേവാലയ നിർമ്മാണം, നല്ലൊരു പങ്കിന് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അറിയത്തില്ല, ഇങ്ങനൊരു ദേവാലയ നിർമ്മാണം. പിന്നെ അറിഞ്ഞവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ പണിയുമ്പോൾ ഈ നാവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ, നാവിന്റെ വക്രതയോ ബ്രേക്കിംഗ് ഓഫ് ദ സ്പിരിറ്റ്സ്, അത് റൂഹായെ തകർത്ത് നമ്മുടെ സ്പിരിറ്റിനെ തകർത്ത് കളയും. സ്പിരിറ്റിലാണ് പുതിയ സൃഷ്ടിയുടെ ഫൗണ്ടേഷൻ. അത് പോയാൽ ഉടനെ എല്ലാവരും താഴെ. അപ്പൊ നാവിനെ നമ്മൾ സൂക്ഷിച്ചു പറയണം. മറ്റൊരു കാര്യം, താഴേക്ക് പോയാൽ ഈ വ്യക്തികൾക്ക് താഴേക്ക് പോയതായിട്ട് തോന്നുന്നില്ല. കാരണം കാഴ്ചപ്രകാരം ഒരു വീഴ്ച കണ്ടില്ല. പിന്നെ എപ്പോ അറിയാൻ പറ്റും? യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ചെല്ലുമ്പോഴേ അറിയും. കർത്താവ് പറയാൻ അവര് ദേശീയ രക്ഷനെ സ്വീകരിച്ചു, അഭിഷേകം പ്രാപിച്ചു, ഉപരിസമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, എല്ലാം സുവിശേഷ പരിപാടി ചെയ്തതിനു ശേഷമാണ് കർത്താവിന്റെ അടുക്കൽ കർത്താവ് ഞാൻ ഒരു കാലത്ത് ഞാൻ അറിയില്ല. കാരണം അവർ ഓൾറെഡി വീണു പോയി. അപ്പൊ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചോളണം. നമ്മുടെ വായെ നമ്മൾ സൂക്ഷിച്ചു പറയണം.
വായെ സൂക്ഷിച്ചില്ല എങ്കിൽ ഇതിന് വചനം പറയുന്നു അധരങ്ങളെ പിളർക്കുന്നവന് നാശമാണ്. നമ്മൾ ഇത് സൂക്ഷിക്കാം. എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അവനവൻ പറയുന്ന ഓരോ വാക്കിനും ന്യായവിസ്താര ദിവസത്തിൽ കണക്ക് കൊടുക്കുകയും. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടെ ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ നമ്മുടെ നാവിനെ വായെ സൂക്ഷിക്കുവാനായിട്ട് ഇടയാണ്. ആ വാക്യം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒന്ന് കൊണ്ടുവന്ന് തരാം. ഇന്റർലീനിയർ ബൈബിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. Pro 15 verse 4, 15:4 ഇവിടെ കാണാം. A wholesome tongue is a tree of life, but perverseness therein a breach in the spirits. മനോവസനമാണ്. അത് റൂഹ എന്നുള്ള വേടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂഹ ആത്മാവ് എന്ന വാക്കാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷൻ ഉള്ളതുപോലെ മനോവ്യസനം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാതെ മനോവ്യസനം അത് കൊണ്ടുവരും. അതിന്റെ റിസൾട്ട് ആയിട്ട് മനോവ്യസനവും കൂടി വരും. ഒരു പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില കാര്യങ്ങളൊക്കെ എന്തോ എനിക്കൊരു മനസ്സിനൊരു വിഷമം പോലെ ജീവിതത്തിൽ പറയാത്തവരുണ്ടോ? ശ്രദ്ധിച്ചാൽ മതി. അതിന് മുമ്പ് ഏതോ വാക്കിന് റൂഹയ്ക്ക് അടിച്ചിട്ടുണ്ട്, ആത്മാവിനെ അടിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തോ മനസ്സിനൊരു വിഷമം. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിനു മുമ്പ് ഏതോ വാക്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ, പെർവേഴ്സ്നെസ് ഓഫ് ടങ് എന്ന് പറഞ്ഞാൽ വക്രത, അകത്ത് ഹൃദയം ചിന്തിച്ചതല്ല, അല്ലെങ്കിൽ അകത്ത് ദൈവം ആഗ്രഹിക്കാത്തത് ചിന്തിച്ചിട്ട് അത് നാവ് കൊണ്ട് വിട്ടു. ഇത് എന്ത് ചെയ്യും? ഇത് നമ്മളുടെ സ്പിരിറ്റുമായിട്ട് ചേർത്ത് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് അനുഭവിക്കാൻ പറ്റത്തില്ല. നേരായി ജീവിക്കുന്നവർക്ക് ഇത് സംഭവിക്കുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റും. മറ്റവർക്ക് എപ്പോഴും ഈ രീതി ആയതുകൊണ്ട് അവർക്ക് അറിയത്തില്ല. അതായത് ശുദ്ധവെള്ളം കണ്ടിട്ട് ആ ശുദ്ധവെള്ളത്തിലേക്ക് കലക്കവെള്ളം ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. കലങ്ങി കിടക്കുന്ന വെള്ളത്തിലേക്ക് കലക്കവെള്ളം ഇറങ്ങി അറിയാം. അപ്പൊ നേരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ വക വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അറിയാൻ പറ്റും. കാരണം നമ്മുടെ ആത്മാവ് ചിന്തിക്കുന്നത് എന്ന് പറയും, നമ്മുടെ ആത്മാവ് ചിന്തിക്കുന്നു, നമ്മുടെ ദേഹിയിലേക്ക് വെളിപ്പെടുന്നു. നമ്മുടെ ദേഹിയിലേക്ക് വെളിപ്പെടുന്നത് നമ്മുടെ വായിലൂടെ സംസാരിക്കുന്നു. ഒരൊറ്റ ലൈനാണ്, നേര്. ഇത് ഇന്റഗ്രിറ്റിയാണ്. തുടർന്ന് ആ പറയുന്നത് പ്രവർത്തിക്കുന്നു. പക്ഷെ ആത്മാവ് ചിന്തിക്കുന്നത് ഒന്ന്, അതിനെതിരെ ജഡത്തിന്റെ മോഹങ്ങൾ ഇതാ, അതായത് പാപത്തിന്റെ വിത്തുകൾ നമ്മുടെ വാതിൽക്ക് കിടക്കുന്നു. നാം അതിനെ കീഴടക്കിയിട്ട് വേണം ഇത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്. പക്ഷെ ആ ഒരു ട്രെയിനിങ്, ഒരു പരിശീലനം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ആത്മാവിൽ നിന്ന് എടുക്കുക. ഈ ഹൃദയത്തിന്റെ മുറ്റത്ത് കിടക്കുന്ന പാപം നിന്റെ വാതിൽക്ക് കിടക്കുന്നല്ലോ, അതിനെ എടുത്തങ്ങ് പെരുമാറുമ്പോ നമ്മുടെ ജീവിതം
മനോവ്യസനത്തിലേക്ക് കടന്നു വരും. കാരണം നമ്മൾ ആത്മാവിനെ ബ്രേക്ക് ചെയ്യുക. പുതിയ സൃഷ്ടിയിലേക്ക് വരുന്ന നമ്മൾ അത് നമ്മുടെ പുതിയ സൃഷ്ടി തലത്തെയാണ് ഉപദ്രവിക്കുന്നത്. അതുണ്ടാകാനായിട്ട് പുതിയ സൃഷ്ടിതല റൂഹയെ തകർക്കുന്ന ആ ഭാഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക, പലയിടത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്തെങ്കിലും പറയണം, സൈലന്റ് ആയിട്ട് സൈലന്റ് സംസാരിക്കണം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം പറയും, നോ കമന്റ്സ്. എന്തോ നിങ്ങളൊന്നും മിണ്ടാതെ, എന്തോ നിങ്ങളൊന്നും മിണ്ടാതെ, നോ കമന്റ്സ്. കാരണം നമ്മുടെ ജീവനെ കളയരുത്. നാവിന്റെ ശാന്തത ജീവവൃക്ഷം. എന്തിനാണെന്നേ നമ്മളുടെ ജീവനെ നാം കളയുന്നത്, ചോർത്തി കളയുന്നേ? എന്തിനാ ചോർത്തിക്കളയണേ? ചോർത്തിക്കളയരുത്. നമ്മുടെ ബാങ്കിലുള്ള കറൻസി അവിടെ പോയി നിങ്ങൾ എന്തിനാണോ ചുറ്റി കളയുന്നത് എന്ന് പറയുന്നത് പോലെ അത് സമയത്തേരി കൊണ്ട് തീരും. പക്ഷെ നമ്മുടെ ജീവൻ നിത്യമായുള്ളതാണ്, അതിനെ ചോർത്തിക്കളയരുത്. നമ്മുടെ നാവിലൂടെ സംസാരിക്കുമ്പോൾ അത് ചോർന്നു പോകും. എന്ത് സംസാരിക്കുമ്പോ? വക്രമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് വെച്ചിട്ട് വേറെ പറയുമ്പോൾ, ആത്മാവിൽ ഒന്നാണ്, ഹൃദയത്തിൽ വേറൊന്നാണ്, വായിൽ വരുന്നത് വേറൊന്നാണ്. അങ്ങനെയാകരുത്. അകത്ത് ആത്മാവിൽ ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ ഹൃദയത്തിൽ വെളിപ്പെടുന്നു. ഹൃദയത്തിൽ വെളിപ്പെട്ടത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഹൃദയത്തിന്റെ വാതിക്കൽ കിടക്കുന്ന പാപത്തിന്റെ വാതിൽ കിടന്നു. അതിനെ കീഴ്പ്പെടുത്തിയിട്ട് വേണം ഇതിനെ പുറത്തേക്ക് എടുക്കാൻ. അതിനെ കീഴ്പ്പെടുത്തുന്ന ശക്തി ഓൾറെഡി വെളിപ്പെടുത്തി തന്ന ആ വിത്തുകൾക്കുണ്ട്, ദൈവവചനത്തിനുണ്ട്. അകത്തുനിന്ന് വന്ന വിത്തുകൾക്കുണ്ട്. അതിനെ കീഴ്പ്പെടുത്തിട്ട് വെളിയിലിറങ്ങുമ്പോൾ നമ്മൾ ജീവനെ പുറത്തേക്ക് തള്ളുന്നവൻ, ഈ ലോകത്തിലേക്ക് തള്ളുന്നവൻ, നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രകാശമായി മാറും. പക്ഷേ നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നാവിന്റെ ശാന്തത, നാവിനെ അടക്കണം. നോ കമന്റ്സ്, നോ കമന്റ്സ്. അത് ജീവവൃക്ഷം. ഇതുകൊണ്ടാണ് 1 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത്, നീ ജീവനെ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ വായെ നീ സൂക്ഷിക്കണം, നീ അതിനെ ചോർത്തി കളയരുത്. അതായത് നീ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിന്റെ ക്രെഡിറ്റ് കാർഡ് വേറെ ആരുടെ കൈ കൊടുക്കുന്നുണ്ട്. ചിലപ്പോ മക്കളായിരിക്കാം. ഒരിക്കലും ഞാൻ കേട്ടു, ഏതോ ഒരു വ്യക്തി ഏതോ ലോണോ എന്തൊക്കെ എടുത്ത് കുറിവട്ടത്തോ എന്തൊക്കെ ചെയ്തിട്ട് കിട്ടിയ എമൗണ്ട് കൊണ്ട് ബാങ്കിൽ തന്റെ മകന്റെയോ മകളുടെയോ കയ്യിലായിരുന്നു ആ കാർഡ് ഇരുന്നിരുന്നു. എന്നിട്ട് വലിയ കാര്യത്തിന് ഈ പുള്ളിക്കാരൻ വന്ന് തന്റെ വീട്ടിൽ വന്ന് ചില കൺസ്ട്രക്ഷൻ ഒക്കെ നടത്താൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് ബാങ്കിലേക്ക് ചെന്നപ്പോ ബാങ്കിൽ എന്റെ നിസാര 100-200 രൂപ, തന്റെ കറൻസി മുഴുവൻ തന്റെ മക്കള് ചോദിക്കൊണ്ടുപോയി. കുഞ്ഞെ, നമ്മളുടെ വായ്, ആദരം, നമ്മളുടെ ജീവൻ, ദൈവം നമുക്ക് തന്ന നിത്യമായ ജീവൻ ഉണ്ടല്ലോ, അത് ചോർത്തിക്കൊണ്ട് പോകണം. നമുക്ക് സമ്പന്നരാകണ്ടേ? സമത്തേരി സമ്പന്നരല്ല, നിത്യസമ്പന്നം. കർത്താവ് പറഞ്ഞ, നീ സമ്പന്നനാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് ഊതിക്കച്ചി പൊന്ന് വിലയ്ക്ക് വാങ്ങണം, പകരം ഉള്ളത് കൂടി കളയാനാകരുത്. ഇതുകൊണ്ടാണ് 1 പത്രോസ് 3-10 പറയുന്ന കാര്യം എന്ന് പറയുന്നത്, കറൻസി ആഗ്രഹിക്കുകയും അങ്ങനെ ഭൂമിയിൽ ഒരു നല്ല കാലം കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നീ എന്നല്ല പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും ചെയ്യുന്നവൻ നന്നായിട്ട് പാട്ട് പാടണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇതൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ അതൊന്നും പറയാതെ എന്നാ പറഞ്ഞേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അടുത്ത ആളോടൊന്ന് പറഞ്ഞേ, അത് കഴിഞ്ഞിട്ട് ദിവസം വായിക്കും. ആരെങ്കിലും പറയാതെ ഉണ്ടോ?
അടുത്തുള്ളവരൊന്ന് ശ്രദ്ധിച്ചാൽ ആരെങ്കിലും പറയാതെ ഉണ്ടോ? അല്ലെങ്കിൽ ദൂതന്മാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവരാരെങ്കിലും ഒന്നും പറഞ്ഞില്ലയോ? ഇനി പറയാത്തവർക്ക് വേണ്ടി ഇന്ന് അതൊക്കെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് വായിക്കും. ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോ ദേവദാസൻ വായിച്ചാൽ സ്ക്രീനിൽ നിങ്ങൾ കണ്ടോളൂ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ? അപ്പൊ ജീവനെ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം ചെയ്യണം. ജീവൻ തകർത്ത് കളയാൻ നാവിന്റെ വക്രതയിൽ പോകരുത്, സൂക്ഷിച്ചു കൊള്ളണം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും ചെയ്യുന്നവൻ. നമ്മളെല്ലാം ആ കാറ്റഗറി അല്ലേ? അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോളെ, ദോഷം ചെയ്യാതെ തന്നെ നാവിനെ, കാരണം നാവിന്റെ വക്രത എന്ന് പറയുന്നത്, വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ എന്നാ പറ്റും? ഫൗണ്ടേഷനിൽ അടി കിട്ടുന്നത്. അത് നമ്മുടെ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യും. ഫൗണ്ടേഷൻ ബ്രേക്ക് ചെയ്താൽ എല്ലാം താഴെ. ശ്രദ്ധിച്ചു തകർത്ത് കളയരുത്. ഇതുവരെയും പണിതത് മുഴുവൻ തകർത്ത് കളയരുത്. വളരെ കഷ്ടപ്പെട്ടാണ് ദൈവത്തിന്റെ ആത്മാവി വചനങ്ങളിലൂടെ കാര്യങ്ങളെ പണിതെടുത്ത് തരുവാനായിട്ട് ഇടയായത്. സദൃശ്യവാക്യം 13:3 വായിച്ച്. സദൃശ്യവാക്യം 13:3. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. ശ്രദ്ധിച്ച്, നശിപ്പിച്ച് കളയരുത്. ഇംഗ്ലീഷ് വായിക്കുമ്പോ he that guardeth his mouth keepeth his life. തന്റെ വായെ കാക്കുന്നവൻ ജീവനെ സൂക്ഷിക്കുന്നു. അവന്റെ ജീവനെ സൂക്ഷിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു, വായ കാത്താൽ ജീവനെ സൂക്ഷിക്കുക. ഗ്ലോറി. നമുക്ക് ജീവൻ നൽകി. ഈ വായ കാത്താൽ ജീവനെ സൂക്ഷിക്കാം. പക്ഷേ അതങ്ങ പൊളിച്ചാൽ, എന്തിനു വേണ്ടി? ദൈവം പറഞ്ഞ വ്യവസ്ഥയ്ക്കല്ലാതെ ഇതിനെ പൊളിച്ചാൽ സഹോദരിയുടെ കുറ്റം പറയാൻ, സഹോദരന്റെ കുറ്റം പറയാൻ, കല്യാണം മുടക്കാൻ, സഭ പൊളിക്കാൻ, ദൈവദാസന്റെ കുറ്റം പറയാൻ, നാവിന്റെ വക്രത. അങ്ങനെ വായെ പൊളിക്കുന്നവൻ, അവിടെ എഴുതിയിരിക്കുന്നു, he that open wide his lips shall have destruction. അവൻ തന്നെത്താൻ തകർന്നു കളയും. ആ നാവ് കൊണ്ട് അവൻ പലരെയും തകർക്കും, അവൻ തന്നെത്താൻ തകർന്നു. പുതിയ സൃഷ്ടിയിൽ അടിസ്ഥാനമിട്ട ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിച്ചാട്ടെ. അവൾ എപ്പോഴായി നാവെടുത്ത് സംസാരിക്കാൻ തുടങ്ങണേ? നാവെടുത്ത് സംസാരിച്ച് ആ പാപത്തിന്റെ തലത്തിലേക്ക് പോകാൻ തുടങ്ങുന്നത് പാപകരമായ സാഹചര്യത്തിന്റെ മുമ്പിൽ വരും. നമ്മുടെ ഹൃദയത്തിന്റെ മുറ്റത്ത് കിടക്കുന്ന ജഡത്തിന്റെ ചിന്തകൾ, നമ്മുടെ അവയവങ്ങളിൽ കിടക്കുന്ന ജഡത്തിന്റെ ചിന്തകൾ, അവിടെയാണ് പാപം കിടക്കുന്നത്. ആ ചിന്തകളങ്ങ് ഉണരും. ആ ചിന്തകളങ്ങ് ഉണരുമ്പോ നമ്മൾ അതിന് ഈൽഡ് ചെയ്യപ്പെടും. അതിനെ കീഴടക്കാം. പാപത്തിന്റെ വലുകി കിടക്കുന്ന നീ അതിനെ കീഴടക്കണം. നമ്മളതിനെ കീഴടക്കാതെ അതിനെ ഈൽഡ് ചെയ്യപ്പെടും. അതിനെ ഈൽഡ് ചെയ്യപ്പെട്ട് നമ്മൾ
അതനുസരിച്ച് നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ നാശം. യാക്കോബ് 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നേരത്തെ കഥാദാസൻ റോമ 7:23 പറഞ്ഞ താഴേക്ക് വായിക്കുമ്പോൾ പറഞ്ഞ ആ വാക്യം തന്നെ പൗലോസ് അപ്പോസ്തലന് മാത്രമല്ല യാക്കോബിനും അത് വെളിപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, വായിച്ചാട്ടെ, 4:1. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെന്നാ വരുന്നേ? ശണ്ഠയും കലഹവും വരുന്നത് പുറത്തുനിന്ന് അകത്തേക്കല്ല. പുറത്തുനിന്ന് അകത്തേക്ക് വന്നത് ഈ അകത്ത് കിടക്കുന്ന ശണ്ഠയും കലഹത്തെയും പൊക്കിയെടുത്ത് തരികയാണ്. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. ആ വാതിക്കൽ കിടക്കുന്ന അവയവങ്ങളിലാണ്, നമ്മളുടെ അവയവങ്ങളിലാണ്. ഹല്ലേലൂയ. ഇതിന്റെ സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. സോഴ്സ് നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തകർത്ത് കളയാം. അതിനുള്ള സാമഗ്രികളെല്ലാം നമ്മുടെ അകത്തുണ്ട്. റോമ 7:23 വായിച്ചാട്ടെ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. 23. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പോ നമ്മളെ ബന്ധിച്ച് കളയുന്ന ഒരു സംഭവം നമ്മുടെ ഹൃദയത്തിന്റെ സോളിന്റെ വാതിക കിടക്കും. എവിടെ? നമ്മുടെ ജഡത്തിൽ കിടക്കുക. ഇതുകൊണ്ടാണ് ഉൽപ്പത്തി 4:7 കയ്യിനോട് ദൈവം പറഞ്ഞു കൊടുത്തത്. നമുക്ക് കാണാൻ പറ്റാത്ത ദൈവത്തിന് കാണാലോ. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. ഇതെവിടെയാണ്? ജഡത്തിൽ കിടക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന ശരീരത്തിന്റെ പുറത്ത് അവരുടെയൊക്കെ പാപം കിടക്കും. ശരീരത്തിന്റെ പുറത്ത് പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അത് നമുക്ക് പാപമാകത്തില്ല. എപ്പോഴാണ് അത് നമ്മളുടെ ഉള്ളിലെ മോഹത്തെ ഉയർത്തി ആ മോഹം ഗർഭം ധരിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, അപ്പോഴാണ് നമുക്ക് പാപമാകുന്നത്. 4:7 കൂടി വായിച്ചു. ഉൽപ്പത്തി 4. നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. ശ്രദ്ധിച്ച്, നാം കീഴടക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ ശത്രു എവിടെയാണെന്ന് അറിയാതെ നമ്മളങ്ങനെ കീഴടക്കുക. നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ പൗലോസ് അപ്പോസ്തലന് കഴിഞ്ഞു. ഇത് മനസ്സിലാക്കാൻ യാക്കോബിന് കഴിഞ്ഞു. ഇത് മനസ്സിലാക്കാൻ പ്രിയ മകനെയും മകളെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പുറത്തല്ല വിഷയം കിടക്കുന്നത്, പുറത്ത് സാഹചര്യങ്ങൾ വരും. നമുക്ക് ആ സാഹചര്യത്തെ നമുക്ക് നേരിടാം. സാഹചര്യത്തെ വാവുണ്ട്. നോ കമന്റ്സ്. ഗ്ലോറി. ഞാൻ പറയുന്നില്ല, കമന്റ്സ് ആയി ഞാൻ പറയുന്നില്ല. എന്താ കാര്യം? എന്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ നൽകുന്നില്ല എന്ന് പറയുന്നത് പോലെ അതിന് ഞാൻ കമന്റ്സ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്റെ ഫൗണ്ടേഷൻ ഇടിക്കാൻ ഞാൻ തയ്യാറല്ല. അവൾക്കെതിരെ പറയാൻ ഞാൻ തയ്യാറല്ല. അവനെതിരെ പറയാൻ ഞാൻ തയ്യാറല്ല. എന്റെ അപ്പനെതിരെ, എന്റെ അമ്മയ്ക്കെതിരെ, എന്റെ സഹോദരങ്ങൾക്കെതിരെ, എന്റെ പാസ്റ്റർക്കെതിരെ പറയാൻ ഞാൻ തയ്യാറല്ല. It's not my business. Jesus is the judge. യേശുവാണ് ന്യായം. ഒരു സാഹചര്യം നമ്മൾ എപ്പോഴാണ് പാപം ചെയ്യുന്നത്? ഈ സാഹചര്യങ്ങൾ
ഇതാ ബത്ശബ കുളിക്കുന്നു, അത് യാതൊരു തെറ്റുമില്ല, ബത്ശബ കുളിക്കാം. ദാവീദ് അത് കണ്ടു കഴിഞ്ഞപ്പോ എന്താ സംഭവിക്കണേ? ദാവീദിന്റെ ഹൃദയത്തിന്റെ മുറ്റത്ത് കിടക്കുന്ന മോഹം അത് പൊങ്ങി. അതിന് ദാവീദ് കീഴടങ്ങണമായിരുന്നു. എങ്ങനെ കീഴടങ്ങും? ആത്മാവ് ചലിക്കപ്പെടുന്നവരാണ് എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെയും മൂത്തവരെ അമ്മമാരെ പോലെയും അങ്ങനെയുള്ള സംഭവത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയേക്ക. ദൈവം തോട് പറയുക, ദൈവമേ എനിക്ക് കൃപ തരണം. ദൈവം നമുക്ക് കൃപ തരും, തിന്മയിൽ വീഴാതെ. നമ്മുടെ ശക്തി കൊണ്ടല്ല ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ചില ഭാഗങ്ങൾക്ക് നമുക്ക് നമ്മുടെ ചെറിയ ഭാഗങ്ങളിലേക്ക് ഒരുപക്ഷെ നമ്മുടെ ശക്തി കൊണ്ട് ജയിക്കാൻ പറ്റും, പക്ഷെ പല ഭാഗങ്ങളിലും പറ്റുകയില്ല. അവിടെ ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ആവശ്യം. എന്തായാലും നിങ്ങൾ കേട്ടല്ലോ, കൃപ നമുക്ക് കിട്ടണമെങ്കിൽ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നാം താഴ്മയുള്ളവരായി. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ. പക്ഷെ നിഗളികളോട് ദൈവം എതിർത്ത് അറിവ് കൂടുന്തോറും നിഗളം, സൗന്ദര്യം കൂടുന്തോറും നിഗളം കൂടും, ആരോഗ്യം കൂടുന്തോറും നിഗളം കൂടും, പണം കൂടുന്തോറും നിഗളം. ഇതിന്റെയൊക്കെ നടുവിൽ ക്രിസ്തുവിന്റെ ആ മനോഭാവം, എളിയവരോട് ചേരാനുള്ള മനോഭാവം. ഹല്ലേലൂയ. വളരെ വ്യത്യസ്തമാണ് യേശുവിന്റെ മനോഭാവം. ശരിക്കും പറഞ്ഞാൽ യേശുവിനെ പോലെ വന്ന ഒരാള് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാല് ചേരേണ്ടത് ചക്രവർത്തിമാരോടും രാജാക്കന്മാരോട് കൂടെയാണ്. ലൈക്ക് അലക്സാണ്ടറൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് കൂടെ, അന്ന് ഹെറോദ് കൂടെ, കൈസറോട് കൂടെ. കാരണം രാജാക്കന്മാർ രാജാവിനെ വന്നിരിക്കണേ. പക്ഷെ യേശു കൂട്ടുകൂടിയത് ഈ എളിയവരോട്. നമ്മുടെ സ്നേഹം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ, എന്റെ മുഖമേറ്റ്. അപ്പൊ കൃപ വേണമെങ്കിൽ തന്നെത്താൻ. അവിടെയാണ് ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി നമ്മളിൽ ഒഴുകുന്നത്. അവിടെ ദൈവം തന്റെ ദൈവിക ചിന്തകൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ മർമ്മം നിങ്ങൾ മനസ്സിലാക്കി. നമ്മളുടെ വായെ അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ നേരെ തൊടുന്നത് നമ്മുടെ സ്പിരിറ്റിലേക്ക്, ഫൗണ്ടേഷനിലേക്ക് അടിക്കുക. അത് നമ്മൾ വീഴ്ത്തിക്കളയും. നമ്മളുടെ വായിൽ നിന്ന് നന്മയെ വരാൻ പാടും, തിന്മ പുറത്തേക്ക് ഇറങ്ങരുത്. അത് നമ്മളെ അശുദ്ധമാക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഒരുവനെ അശുദ്ധമാക്കുന്ന അവന്റെ പുറമേ നിന്ന് കഴിക്കുന്നതല്ല, ചോറ്, ഇഡ്ലി, ചപ്പാത്തി, ഇതൊന്നുമല്ല. പകരം അവന്റെ ഹൃദയത്തിൽ നിന്ന് വെടിയിലേക്ക് വരുന്നത് അവനെ അശുദ്ധമാക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. യേശുവിനെ പോലൊരു ജ്ഞാനി ഈ ലോകം കണ്ടിട്ടില്ല. നമ്മളുടെ ജ്ഞാനമോ ക്രിസ്തു. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന് ശ്രദ്ധിച്ചു പറയണം. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, എന്നെ അടുത്ത് ആലോചന ചോദിക്കുന്നവരോട്, അവരെന്തെങ്കിലും പറയട്ടെ. ഈ പെൺകുട്ടികള് അപ്പന്മാര് ഉപദേശിക്കാൻ എടി അവന് പോകാനൊന്നുമില്ല, പോകാനുള്ളതുകൊണ്ടും നിനക്കാം. എന്റെ മക്കളെ, ഞാൻ അവരോട് പറയട്ടെ, അവർക്ക് പോകാനുള്ളത് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചു. പോകാനുള്ളത് മുഴുവൻ നിങ്ങൾക്ക്. കാരണം ജീവൻ നഷ്ടപ്പെട്ടു പോകാനായിട്ട് നാവിന്റെ വക്രത അത് നമ്മുടെ സ്പിരിറ്റിനെ തകർത്ത് കളയുവാനായിട്ട്.
അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. യാക്കോബ് 3:1 പറയുകയാണ്, സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകെ. വളരെ ശ്രദ്ധയോടെയായിരിക്കണം. അധികം ശിക്ഷാവിധി വരുമെന്നാണ്. ഇന്ന് ഉപദേഷ്ടാക്കന്മാരാകാൻ ഞങ്ങൾ തിരക്കാണ്. ഒരു ഉപദേശം പറയുമ്പോ ആ ഉപദേശം മറ്റേ ഉപദേശം തെറ്റിച്ച് കളയുക. ഇതിന്റെയൊക്കെ നടുവിൽ ഒന്നേ ഉള്ളൂ സത്യം. ഉപദേഷ്ടാക്കന്മാരാകാനായിട്ട് പോകരുത്. അധിക ശിക്ഷാവിധി. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ദൈവം വിളിക്കാത്ത പദ്ധതിക്ക് പോയി ചുമ്മാ അടികൊള്ളേ. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്, അത് ചെയ്യാം. അത് ദൈവത്തിന് തിരിച്ചറിയും. ഇതാ ഇങ്ങനെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതെല്ലാം പറയുന്നില്ല, സമയത്തിന്റെ കുറവ് മൂലം. അതിന്റെ 8, 9, 10, 11 നമുക്ക് വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നാവിനെയോ മനുഷ്യർക്ക് മെരുക്കാവുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞതും. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദോരത്തിൽ നിന്നും മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? ശ്രദ്ധിച്ചാട്ടെ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാം, സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് നമുക്ക് യോഗ്യം. ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. എങ്ങനെയായിരിക്കുന്നത്? ഒരു വാ കൊണ്ട് ദൈവത്തെ സ്തുതിക്കും, അതേ വാ കൊണ്ട് തന്നെ സഹോദരനെതിരെ സഹോദരിക്കെതിരെ കുറ്റം ശപിക്കും. ഇത് നമുക്ക് യോഗ്യം. ഒരു ദൈവ പൈതലിന് ഇത് യോഗ്യം. അവരുടെ ജീവൻ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുക. ഒരേ ഉറവ്, അതേ മധുരവും കയ്പും ഉള്ള വെള്ളം പുറപ്പെടും. ദൈവമക്കളായ നമ്മളെ ആക്കിയിരിക്കുന്നത് ദൈവത്തിന് പറയുന്നത്, ഞാൻ എത്ര മാധുര്യമുള്ളവരാണ് നിങ്ങൾ ചിന്തിച്ചാൽ. ആ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് മനുഷ്യർ രക്ഷിക്കാൻ കൊടുക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ തൊടുന്നവൻ ദൈവത്തെ രക്ഷിക്കണം. ഒരിക്കല് ഒരു ചിത്രം, അതിപ്പോ എവിടെ കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ബോട്ടില് കർത്താവിന്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്തയാണ്. ഒരു ഫീഡിങ് ബോട്ടില് പാല് ഒരു കുഞ്ഞിങ്ങനെ കുടിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ആ ഫീഡിങ് ബോട്ടിൽ, ആ നിറഞ്ഞിരിക്കുന്ന പാല് ദൈവമാണ്. കുടിക്കുന്നത് ഈ ലോകത്തിലെ ഓരോ വ്യക്തികളും. നമ്മളെ തൊടുന്നവൻ, നമ്മളെ കാണുന്നവൻ ദൈവത്തെ കാണുവാൻ, ക്രിസ്തുവെ കാണുവാൻ. മറ്റൊന്നും വരുതാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് വരും. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോ പുസ്തകം പറയുന്നത് പോലെ നാവ് കൊണ്ട് പാപം ചെയ്യാതെ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. വഴികളെ സൂക്ഷിക്കും. സാഹചര്യങ്ങൾ ഒഴിവാക്കും. ഇനി അബ്ദവശാൽ അങ്ങനെ സാഹചര്യം വന്നു
എന്റെ ഹൃദയത്തിന്റെ മുറ്റത്ത് കിടക്കുന്ന എന്നെ കുറിച്ച് തിന്മ പറഞ്ഞ വ്യക്തിയെ തിന്മ പറയാൻ, ഞാൻ പറഞ്ഞത് ചെയ്തു തരാതിരുന്ന വ്യക്തിയെ തിന്മ പറയാൻ ഒക്കെ എന്റെ അകത്തൊന്നും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അതൊന്നും പറയാം എന്റെ നാവിനെ കടിഞ്ഞാൻ, എന്റെ വായെ കടിഞ്ഞാൻ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയം നമ്മൾ ചെറുപക്ഷെ മുകളിലേക്ക് പണിയുന്നില്ല, പക്ഷെ അടിസ്ഥാനത്തെ അടിച്ചു പൊടിച്ചു കളയാം. റൂഹായെ തകർക്കുക. നാം റൂഹയെ തകർത്ത മൊത്തം ബിൽഡിംഗ് താഴെയും. പുതിയ സൃഷ്ടി നമ്മളാക്കി ഒരു ക്രിസ്തുവോട് ചേരുമ്പോൾ അവൻ ക്രിസ്തുവുമായി ഒരു റൂഹയായി, ക്രിസ്തുവുമായി ഏക ആത്മാവായി തീരുന്നു. നാവിന്റെ വക്രതയോ റൂഹയെ തകർന്നു. അതുണ്ടാകരുത്. കഴിഞ്ഞ നാളുകളിൽ പലർക്കും അത് സംഭവിച്ചു. താഴേക്ക് പോയി, അവര് പോലും അറിഞ്ഞിട്ടില്ല. ഇനി ഇത് അറിയണമെങ്കിൽ യേശുവിന്റെ സിംഹാസന മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഈ സംഭവം തിരിച്ചറിയൂ. അതിന്റെ കൺസ്ട്രക്ഷന്റെ ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ആ കൺസ്ട്രക്ഷന്റെ ഭാഗങ്ങൾ ഫൗണ്ടേഷൻ ഉണ്ട്, തുടർന്ന് അതിന്റെ സൂപ്പർ സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ മേൽക്കൂര ഫിനിഷ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സൂപ്പർ സ്ട്രക്ചർ അത് പൂർത്തീകരിക്കുക. ദൈവത്തിന്റെ ആത്മാവോട് ചേർന്ന് ആത്മാവിന്റെ നിയമത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് റൂഹയെ തകർക്കരുത്, പുതിയ സൃഷ്ടിയെ തകർക്കരുത്. അവിടെ നിന്നാണ് നമ്മുടെ അടിസ്ഥാനം. ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടികളായിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാവിന്റെ ശാന്തത, ജീവപ്രതിഷ്ഠ, അതിന്റെ വക്രതയോ റൂഹയെ തകർക്കും. അതിനങ്ങളെ പിളർത്തുന്നവനോ നാശം വന്നു ഭവിക്കും. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലങ്ങൾ വായിക്കുകയും ചെയ്യും. ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും കാത്തു. അതുകൊണ്ട് പ്രിയകുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവാൻ ഇതാ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്റെ ചിന്തയെ തരികയാണ്. അതനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക. ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല, എന്റെ നാവ് കൊണ്ട് ഞാൻ വക്രത പറയുമ്പോൾ ഞാൻ റൂഹയെ തകർക്കുകയാണ്. റൂഹയെ തകർക്കുവാനായിട്ട് ഇടയാകരുത്. ദൈവം നമ്മളെ തന്റെ വഴി നയിക്കുവാൻ ഇടയാകുന്നുവല്ലോ. നമുക്ക് ആ നല്ല ക്രിസ്തുവിന്റെ ആത്മാവോട് ചേർന്ന് നമുക്ക് വഴി നടക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കേട്ട പ്രകാരം നമുക്ക് നമ്മളെ ദൈവത്തിന് റൂഹയെ തകർക്കുന്നവനായി ദൈവത്തിന്റെ വചനം മറ്റൊരു ഭാഗത്ത് പറയുന്നു, അവർ രണ്ടുരുച്ച റൂഹയെ തകർക്കുന്നത് രണ്ടുരുച്ച. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുക. എല്ലാ കണ്ണുകളും പാടെ തുടക്കത്തിൽ കേട്ടത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഫൗണ്ടേഷന്റെ മുകളിൽ പണിയുന്നവരെ കാണാൻ ബുദ്ധിയുള്ളവരാണ്. പക്ഷേ ഫൗണ്ടേഷൻ ഇളക്കുന്നവൻ അവൻ ബുദ്ധിഹീനൻ. കർത്താവ് പറയുന്നു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതൊക്കെ പാറമേലടിസ്ഥാനം വിട്ട് വീട് പണിയുന്നവനോട് അല്ലാത്തവനും പണിയുകയാണ്. എന്റെ വചനം കേട്ടല്ല ചെയ്യുന്നത്, സ്വന്തം രാജ്യപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം അവനും പണിയുകയാണ്. പക്ഷെ മണലിൽ മേലാണ് ആ പണി ഇടിഞ്ഞു വീഴും. ആ ഇടിഞ്ഞു വീഴുന്ന വീഴ്ചയാണ് മത്തായി 7:21-22. നിങ്ങളെ കർത്താവ് വായിച്ചു, അഭിഷേകം പ്രാപിച്ചു, രോഗികളെ ഭൂതങ്ങളെ പുറത്തു. കർത്താവ് പറയുന്നത്, ഞാൻ ഒരു കാലത്ത് ഫൗണ്ടേഷൻ ഇടിഞ്ഞു. ഈ നല്ല ശ്രദ്ധയോടുകൂടെ ഈ ലോക ജീവിതം ലോകക്കാർ ചിന്തിക്കുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. പകരം നിത്യമായി ദൈവത്തോടൊപ്പം ദൈവപുത്രന്മാരായി ജീവിപ്പാൻ യോഗ്യരാണെന്ന് തെളിയിക്കുവാനുള്ള ജീവിതമാണ്. പല സാഹചര്യങ്ങളിലും നമ്മുടെ പല റൈറ്റ്സുകളും വിട്ടുകൊടുക്കേണ്ടതായിട്ട് ദൈവത്തിന്റെ ഗൈഡൻസ്
അത് നമുക്ക് നഷ്ടമല്ല, അത് നമുക്ക് നിത്യമായ ലാഭം. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിയും. അവർ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷപൂർവം സഹിച്ചു. സഹനമാണ്, സഹനമാണ്. പക്ഷെ അത് സഹിച്ചു. ഒന്നറിഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് അറിഞ്ഞത്. ജീവനിൽ വളരും. ദൈവത്തിന്റെ സമൃദ്ധമായ വചനം ദൈവം നമുക്ക് നൽകും. എന്നാൽ അതിനെ എടുത്ത് കളയുവാൻ, അതിനെ ചോർത്തിക്കളയുവാൻ നമ്മുടെ നാവ്, നമ്മുടെ അധരം ഉപയോഗിക്കണം. നമ്മുടെ റൂഹയെ തകർക്കുവാൻ നമ്മുടെ അധരം ഉപയോഗിക്കണം. അബ്ദവശാൽ വന്നുപോയി എന്ന ദൂതന്റെ മുമ്പാകെ പറയുവാൻ ഇടയാക്കി. നമ്മൾ സംസാരിക്കുന്നത് ഓരോന്നും പുസ്തകത്തിൽ എഴുതുന്നു. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശബ്ദം വെച്ചു. അവരുടെ പ്രവൃത്തികളെല്ലാം ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്, വക്രതയല്ല. മനുഷ്യന്റെ മുമ്പിലല്ല, അതിനേക്കാളും ദൈവത്തിന്റെ മുമ്പിൽ നീതിയുള്ളവരാണ്. അനന്യ സഫീറയെ പോലെ മനുഷ്യന്റെ മുമ്പിലല്ല, പകരം ദൈവത്തിന്റെ മുമ്പിൽ നീതിയുള്ളവരാണ്. വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ മുമ്പിൽ ജീവിപ്പാൻ നമ്മളെ സ്വകീയ പിതാവ്, ഞങ്ങളിൽ അങ്ങ് നിവാസമാക്കും. ഞങ്ങളുടെ ഓമനപുത്രനായ ക്രിസ്തുവിൽ അടിസ്ഥാനമെടുത്ത് ക്രിസ്തുവുമായി ഒരു റൂഹയായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ദേഹിയിലേക്ക് പണിത് കയറുന്ന അങ്ങയുടെ ആലം പണിയുമ്പോൾ പണിക്കാർ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസും അത് ഞങ്ങളെ അറിയിച്ചു. ഈ ചിന്തയ്ക്കായി റൂഹയെ തകർത്ത് ഫൗണ്ടേഷൻ ഇളക്കരുത്, പണിയുക, പക്ഷെ പണിയെ തകർത്ത്. നല്ല പിതാവ്, അങ്ങ് തന്ന ഓടിക്കോ, അങ്ങയുടെ മക്കൾ കൊടുക്കുവാൻ അങ്ങ് തന്നെ സ്ഥാപിച്ചു. ഇനി ഇത് സൂക്ഷിക്കുവാനും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാനും എല്ലാം അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും. ഈ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ നാമത്തിനെതിരെ അങ്ങ് കേട്ട വചനത്തിൽ അന്ത്യത്തോളം വിശ്വസ്തരായി നിലകൊള്ളു. മക്കളെ ഓരോരുത്തരും അങ്ങ് സഹായിച്ച ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മുകളിലും അങ്ങയുടെ കരം. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാണ്. യേശു ക്രിസ്തുവിന്റെ അടിപ്പിടാനുള്ള സൗഖ്യം അവരുടെ മേൽ കൽപ്പിക്കുക. ദൈവസമാധാന ഹൃദയങ്ങളെയും സർവമഹത്വ സ്വീകരിക്കുക. ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമം. പ്രിയ സഹോദരങ്ങളെ, സംസാരിച്ചല്ലോ അങ്ങയുടെ ഹൃദയത്തോടെ നമുക്ക് അവചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് കൃപയ്ക്കായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ തന്നെ ശബ്ദ കാഴ്ച ഏവരും പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം മാത്രമേ ഒറിജിനൽ സുവിശേഷമായിട്ടുള്ളൂ. അത് മാത്രമേ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ബൈബിൾ പറയുന്നത് പോലെ മറ്റൊരു സുവിശേഷമാണ്. അതിൽ വീണ് അവസാനം ഞാൻ ഒരിക്കലും നിങ്ങളെ അറിയുന്നില്ല എന്ന ബൈബിളിലെ യേശു പറയുന്ന അവസ്ഥ നാം എത്തിപ്പെടാൻ ഇടയാകരുത്.
എന്ന് നാം കേട്ടല്ലോ. ശ്രദ്ധയോടുകൂടെ അതുകൊണ്ട് ജീവിതം നയിക്കുക. യേശുക്രിസ്തു പ്രസംഗിച്ച ആ സുവിശേഷം, ദൈവരാജ്യ സുവിശേഷം, ഇന്ന് ബൈബിൾ കോളേജിലെ സിലബസിൽ കാണാനില്ല. ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടി, ദൈവപുത്രന്മാർ, ഇത് ബൈബിൾ കോളേജിലെ സിലബസിൽ കാണാനില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം. എന്നാൽ ഈ കാലത്ത് രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും എന്നൊരു ബന്ധത്തില് പ്രിയ സഹോദരികളെ കേൾക്കാൻ അവസരം കിട്ടി. എന്നാൽ ഇത് സൗജന്യമായി പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ സ്കൂൾ നമുക്കുണ്ട്. ടെലിഗ്രാം പ്രോഗ്രാം, വാട്സപ്പ് പോലുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് തുടർന്ന് SVJ and NC, SVJ ഷാജി അമ്പരാൻ ജോസഫിന്റെ SVJ KG കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് NC ന്യൂ ക്രിയേഷൻ എന്ന ബൈബിൾ സ്കൂളിൽ നിങ്ങൾക്ക് അതിൽ തന്നെ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ എൻറോൾ ചെയ്യാം. നിങ്ങൾക്ക് കഴിഞ്ഞ കാല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. തുടർന്ന് അത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. വയലിൽ ഈ ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷമായ ദൈവം അത് നിങ്ങൾ അവകാശമാക്കുക. ബാക്കി നമ്മൾ ഇങ്ങോട്ടേക്ക് ഒന്നും കൊണ്ടുപോകുന്നില്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ ഏവരെയും സൗജന്യമായ കർത്താവ് തരുന്ന ആ ബൈബിൾ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുതേ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ഫൗണ്ടേഷൻ ബ്രേക്ക് ചെയ്യരുത്. വീണ്ടും ഓർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.